ഞാൻ നാട്ടിൽ വന്നിട്ടുള്ള ആദ്യത്തെ ദിവസമാണ്. സമയം 10 മണിയാണെങ്കിലും ഞാൻ 6 മണിക്ക് എണീച്ചിട്ട് ഒരു കഴിപ്പ് കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ചത് പല്ല് തേച്ചിട്ടില്ലല്ലോ എന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കിയത്. ബ്രഷില്ല. അപ്പം ഞാൻ പിന്നെ പുറത്തിറങ്ങിയിട്ട് എൻ്റെ മാവിൻ്റെ ഇലയൊക്കെ പറിച്ച് പല്ല് തേക്കാമെന്ന തീരുമാനത്തിലാണ് അവസാനം എത്തിയത്. ഇത് രാവിലെ മുതലേ ഇവിടെ ഭയങ്കര മൂടി കെട്ടിയ കാലാവസ്ഥയാണ്. മഴ പെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മഴ പെയ്യുന്നില്ല. പക്ഷേ ഇങ്ങനെ മൂടി മൂടി നിൽക്കുക. എപ്പോൾ വേണമെങ്കിലും പൊട്ടാമെന്നുള്ള അവസ്ഥയാണ്. പിന്നെ പ്രകൃതിയൊക്കെ ആസ്വദിച്ചുള്ള നിൽപ്പാണിത്. പണ്ട് മുതലേ അങ്ങനെയാണ്. ഇങ്ങനെ പുറത്തിറങ്ങി ഒരു അരമണിക്കൂർ വീടിന് ചുറ്റും വലം വെച്ച് എന്തൊക്കെയുണ്ടായില്ലെന്ന് കാണുമ്പോൾ സന്തോഷമുണ്ടല്ലോ. ഇത് പിന്നെ കുറച്ചേറെ കാലമായതുകൊണ്ട് എന്തൊക്കെ മാറ്റങ്ങളുണ്ടെന്നുള്ള തപ്പലും അന്വേഷണവുമാണ് ഈ നടക്കുന്നത്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും 2 റൗണ്ടെങ്കിലും മിനിമം പോയില്ലെങ്കിൽ നമുക്കൊരു സമാധാനക്കേടായിരിക്കും. അങ്ങനെ എല്ലാ പരിപാടികളും പുറത്ത് തന്നെയായിരിക്കും. ചില സമയത്ത് കിണറ്റിലെ വെള്ളമൊക്കെ വെച്ചിട്ടായിരിക്കും മുഖം കഴുകുക. ഓരോരോ കാര്യങ്ങൾ ഓരോ ദിവസം ഓരോന്നാണ്. അതിനിടയ്ക്ക് ഓരോ മാവിൻ്റെ ചോട്ടിൽ പോയിട്ട് ഏതൊക്കെ മാങ്ങയുണ്ടായിരുന്നു മാങ്ങകളൊക്കെ പെറുക്കി കൊണ്ടുവരണം ഡ്യൂട്ടി ഉണ്ടാകും. ഇന്നത് ഭയങ്കര ആഗ്രഹം മാങ്ങക്കറി ഉണ്ടാക്കണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു മാങ്ങക്കറി ഉണ്ടാക്കാമെന്ന്. ഞാൻ ആകെപ്പാടെ +2 പഠിച്ചപ്പോൾ പഠിച്ച സംഭവം മാങ്ങക്കറി ഉണ്ടാക്കാൻ. എനിക്ക് വേറെ ഒന്നും മര്യാദയ്ക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് പറയായിരുന്നു ആവശ്യം വരുമ്പോൾ ഒക്കെ പഠിച്ചോളും, അങ്ങനെ എല്ലാം പഠിച്ചിരിക്കണം അങ്ങനെയൊന്നുമില്ല. ബേസിക്കായിട്ട് അവനവന് വേണ്ട എന്താണോ അത് പഠിച്ചാൽ മതി. പിന്നെ നമ്മൾ കോവയ്ക്കത്തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഈ കോവയ്ക്കൊക്കെ ഇവിടെ നിന്നുണ്ടായത് ഇവിടെ തന്നെ നട്ട് വളർത്തി ഉണ്ടാക്കിയതാണ്. ഞങ്ങളിതിന് തോരൻ എന്ന് പറയും. പല സ്ഥലത്ത് പലതാണ് പറയണത്. അങ്ങനെ ചീനച്ചട്ടിയൊക്കെ വെച്ചിട്ട് മാങ്ങക്കറിക്കുള്ള പരിപാടികളൊക്കെ ഉണ്ടാക്കി. അപ്പം ഞാനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, മമ്മി ഈ എടുക്കുന്ന എണ്ണ എനിക്ക് 2 ആഴ്ചത്തേക്ക് ഉപയോഗിക്കാം, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഉള്ളിയൊക്കെ ഇട്ട് നല്ല രീതിക്ക് വഴറ്റി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മാങ്ങയൊക്കെ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ വറ്റൽമുളക് ഇടുമ്പോൾ എനിക്ക് ഭയങ്കര ടേസ്റ്റായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് നാട്ടുമാങ്ങ കിട്ടിയായിരുന്നു. പറമ്പിൽ പോയിട്ട് എടുത്തുകൊണ്ട് വന്നായിരുന്നു. ആ നാട്ടുമാങ്ങയും കഴിച്ചു. ചില ആൾക്കാർ ഇതിനെ പലതും പല പേരായിട്ട് പറയാറുണ്ട്. അതും കഴിച്ച് പിന്നെ മാങ്ങയ്ക്കുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് ഇപ്പുറത്തെ സ്റ്റവിൽ നമ്മൾ കോവയ്ക്ക തോരനുള്ള സംഭവങ്ങളും കൂടെ സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം പടയെന്ന് പറഞ്ഞാൽ തീർന്നോളുമല്ലോ. എല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ ടേസ്റ്റിംഗ് ആണ്. മാങ്ങക്കറി ടേസ്റ്റ് ചെയ്ത് നോക്കി. അത് കഴിഞ്ഞപ്പോൾ കോവയ്ക്ക തോരൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ ഇന്നലെ ഉണ്ടാക്കി ബീഫ് കറി ഉണ്ടായിരുന്നു, ഇറച്ചിക്കറി. അങ്ങനെ ഒരു ഇറച്ചി കഷ്ണം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും പിന്നെ എന്ത് വേണമല്ലോ നമുക്കൊക്കെ. ഇന്ന് പിന്നെ പെരുന്നാളായതുകൊണ്ട് ചേട്ടൻ പുറത്തു വന്നപ്പോൾ കുറച്ച് ബിരിയാണിയും കൊണ്ടുവന്നു. അങ്ങനെ ചോറും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ബിരിയാണിയും കഴിച്ചു. എന്താ അല്ലേ, എൻ്റെ ചില സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ നല്ലൊരു ഫുഡ് കഴിച്ചാൽ തീരും കേട്ടോ. എത്ര പേർക്കുണ്ട് അങ്ങനെ. ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ക്ഷീണമായി കുറേ ആയി കഴിക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ കുറച്ച് നേരം ഇരുന്ന് ഫോൺ കണ്ടു. അത് കഴിഞ്ഞിട്ട് കിടന്ന് ഫോൺ കണ്ടു. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 3-3:30. അപ്പോൾ പിന്നെ പുറത്തിറങ്ങിയപ്പോൾ റംബൂട്ടാൻ കണ്ടു. പിന്നെ അതും കൂടെ എടുത്ത് ഒരെണ്ണം പിച്ചി എടുത്ത് അതും കൂടെ കഴിച്ചു. അത് പൊളിക്കാൻ ഭയങ്കര പാടാല്ലേ. അങ്ങനെ അതും കൂടെ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് 4-4:30 ആയി. പിന്നെ വിചാരിച്ച ചായ കുടിക്കാമെന്ന്. ഈ അരറൂട്ടിൻ്റെ ബിസ്ക്കറ്റാണ് വീട്ടിൽ ആർക്കും ഇഷ്ടമല്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടം. അതും പാൽ ചായയും എന്തെങ്കിലും കോമ്പിനേഷനല്ലേ. നമ്മൾ ഫുഡ് കഴിക്കാൻ നേരം എല്ലാവരും ഉണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ച് നിന്നാണ് മാക്സിമം കഴിക്കുക. പറ്റുമ്പോൾ അങ്ങനെ ചെയ്യാൻ നോക്കുക. കാരണം എപ്പോഴൊന്നും എല്ലാവരും ഉണ്ടാവുന്നില്ല. ഈ പാട് മൊത്തം കൊതുക് കടിച്ചിട്ട് ഇപ്പോൾ ഇവിടെ ഭയങ്കര കൊതുക് ശല്യമാണ്. ഇവിടെ നോക്കിയാലും കൊതുകാണ്. അത് അരിപ്പ പോലത്തെ കൊതുക്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല രീതിക്ക് തലയൊക്കെ നനച്ച് കുളിക്കാമെന്ന്. അപ്പോൾ കുറച്ച് ചെമ്പരത്തി ഉണ്ടായിരുന്നു. അങ്ങനെ ചെമ്പരത്തിയും പിന്നെ പേരയ്ക്കേൻ്റെ ഇലയും ആര്യവേപ്പും കണ്ണി കണ്ട ഇലകളെല്ലാം കൂടെ പറിക്കാനുള്ള പുറത്തിറക്കലാണ് ഇത്. ഇങ്ങനെ കുളിക്കാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അരമണിക്കൂർ കഴിയുമ്പോഴായിരിക്കും കുളിക്കാൻ വേണ്ടി പോകണത്. പിന്നെ 1 മണിക്കൂർ കഴിയുമ്പോഴായിരിക്കും ഞാൻ കുളിക്കാൻ തന്നെ പോകണത്. അങ്ങനെ എല്ലാം കൂടെ പറിച്ച് വന്നപ്പോഴാണ് ഇവനെ കണ്ടത്. ഇവനും ഞാനും കുഞ്ഞിലേ മുതൽ ഞങ്ങൾ കളിക്കൂട്ടുകാരാണ്. ഇവൻ എന്നെക്കാൾ ഒരു 6 വയസ്സ് എളുപ്പമുണ്ട്. ഞങ്ങൾ സാറ്റും ഒക്കെ ഒരുമിച്ച് കളിച്ച ടീമുകളാണ്. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് രാത്രി ആയപ്പോഴത്തേക്കും കപ്പ ഉണ്ടാക്കി. അങ്ങനെ കപ്പയും ബീഫ് കറിയും കഴിച്ചു. ഇതിൻ്റെ ചക്കയും കഴിച്ചു. അത് വേറെ കാര്യം. ഇതെല്ലാം പോകാൻ വൈകിട്ട് സ്ഥലം ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സത്യമായിട്ട് എനിക്കറിയില്ല. പക്ഷെ ഇതെല്ലാം പോകുന്നുണ്ട്. ഇങ്ങനെ വേവാത്ത കപ്പനെ നിങ്ങൾ എന്ത് പറയും? നമ്മളിതിനെ കള്ളൻ കപ്പ എന്ന് പറയും. നിങ്ങൾ എന്താ പറയുക?